ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ അബി ഒരു മാസ് എപ്പിസോഡാക്കി മാറ്റി കേട്ടോ. നമ്മൾ ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ പോലും ഇങ്ങനെ ഒരു മാസ സംഭവങ്ങൾ ഇന്ന് എപ്പിസോഡിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ ഇന്ന് നമ്മളെ റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള പ്രകടനമാണ് നമ്മുടെ അർജുന് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നടത്തിയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന്. അതായത് പുലി പോലെ വന്ന കുറുപ്പൊരു എലി പോലെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലിക്കുട്ടി പത്മയെ ഫോൺ വിളിക്കുകയാണ്. പത്മേനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, പത്മേ നീ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ തിരക്കുകൾ കാരണം എനിക്ക് നിന്നെ തിരിച്ചു വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് അവിടെ, നീ സുരക്ഷിതയാണോ, അവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടില്ലേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അങ്ങനെ അഞ്ജലി പത്മയോട് ചോദിക്കുമ്പോൾ പത്മ മറുപടി അറിയാണ്, ഇല്ല ചേച്ചി, എല്ലാം ഓക്കെ ആയിരുന്നു. എൻ്റെ കൂടെ അമ്പാടി ചേട്ടനുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഞാൻ വളരെ സേഫാണ് ചേച്ചി. അമ്പാടി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് കുറച്ച്, അതായത് അമ്പാടി പത്മയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ പറ്റി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ, നടക്കട്ടെ. പത്മ വളരെ സുരക്ഷിതമായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്, വളരെ സേഫാണ് കേട്ടോ പത്മ. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ആദ്യം നടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ ആര്യ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ അഞ്ജലിയോട് ആര്യ ഈ കാര്യം പറഞ്ഞത് കേട്ടോ. അഞ്ജലി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അമ്മാവൻ പോയിട്ട് നിൻ്റെ പേര് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക, കല്യാണം നിൻ്റെ ഉടനെ നടത്തണം എന്നൊക്കെ അവർ പറയുന്നത്. അഞ്ജലി ഇത് കേൾക്കുമ്പോഴത്തേനും അഞ്ജലി ആകെ ടെൻഷനായി പോവും. താൻ അറിയാതെ ഈ സംഭവം ഇവരെന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു, ഇതൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജലി ഓടി ഇതിൻ്റെ ചോദ്യം ചെയ്യാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അമ്മ ആ സമയത്ത് ഡ്രസ്സ് കഴുകിയിടും, അങ്ങനെ കുറച്ച് പണിയിലൊക്കെയാണ്. അവിടെ അമ്മായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി അമ്മയോട് പറയും, അമ്മേ എന്തിനാണ് ഇത് ചെയ്തത്, മാട്രിമോണിയിൽ എൻ്റെ അറിവ് സമ്മതമില്ല, എന്തിനാണ് രജിസ്റ്റർ ചെയ്തത്? എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കിപ്പോൾ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോവുക, അതിൽ ജയിക്കുക, നല്ല പേരെടുക്കുക, വക്കീലായിട്ട് പേരെടുക്കുക, അതിനുശേഷം കല്യാണം മതി എന്ന് ഞാൻ എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല. അമ്മ പറയും, അതൊക്കെ അങ്ങനെ നടക്കട്ടെ, നിൻ്റെ കല്യാണം നടത്താൻ തന്നെ തീരുമാനം. മാട്രിമോണിയിൽ നിന്ന് നിനക്ക് നല്ലൊരു ആലോചന വന്ന ആ നിമിഷം കല്യാണം നടത്തും, അതിലൊരു മാറ്റവും ഇല്ല. എൻ്റെ മോള് കിടന്ന് കൂടുതൽ നെകളിക്കൊന്നും വേണ്ട, ഒരു കാര്യമില്ല എന്ന് പറയും. ഇങ്ങനെ കേൾക്കുമ്പോഴത്തേന് അഞ്ജലി ഭയങ്കര വിഷമാവും. എന്നിട്ടും പിന്നെ അഞ്ജലി പറയും, എനിക്കിപ്പോൾ എന്താണെങ്കിലും കല്യാണം വേണ്ട, അത് നടക്കത്തില്ല. എനിക്കിപ്പോൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോവുക, അതാണ് എൻ്റെ പ്രധാന കാര്യം. അല്ലാതെ എനിക്ക് കല്യാണത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നതില്ല. നിങ്ങളോട് ഇത് എത്ര വട്ടം ഞാനിത് പറഞ്ഞു. അപ്പോഴും നമ്മുടെ അഞ്ജലിയുടെ അമ്മയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല. നീ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എന്താണെങ്കിലും നിൻ്റെ കല്യാണം നടത്തിയേ പറ്റത്തുള്ളൂ, അല്ലാതെ നിൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്ത് അമ്മായി പറയുകയാണ്, പിന്നെ അങ്ങ് മാട്രിമോണി രജിസ്റ്റർ ചെയ്താൽ ഉടനെ തന്നെ നിനക്ക് കല്യാണാലോചന വരില്ല, അത് അപ്പോഴല്ലേ, നീ ഇപ്പോൾ കിടന്ന് നെകളിക്കാതെ പെണ്ണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. അഞ്ജലിക്കാണെങ്കിൽ ആകെ വിഷമോ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ ഇതായിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്ക് നമുക്ക് പോകാം. പിന്നീട് കാട്ടുന്ന സീന്, കുറുപ്പ് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ്, പണ്ടാരം അടങ്ങി നടക്കുകയാണല്ലോ. എന്തൊരവസ്ഥയാണിത്, എൻ്റെ മോളാണ് ഒരു സൈഡിൽ കിടക്കുന്നു, ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് അർജുൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യുക? ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഈ സമയത്ത് കുറുപ്പ് ഏർപ്പാടാക്കിയിട്ടുള്ള ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരും കേട്ടോ. അവരിങ്ങനെ ബൈക്കിൽ വന്ന് ഇറങ്ങിയിട്ട് പറയും, സാർ ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല, അഞ്ജലിനെയും പത്മേനെയും ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറുപ്പ് പറയും, നിനക്കൊക്കെ എൻ്റെ പൈസ കുറേ കൊണ്ടുപോയി തിന്നാന്നല്ല, നിന്നെ കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ? കുറേ നാളുകളായല്ലോ നീയൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട്, എന്തെങ്കിലും ഉപകാരം നിന്നെ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോടാ? ഇങ്ങനെ കുറിപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനെ കുറിപ്പ് ചോദിച്ചു കഴിയുമ്പോൾ ഗുണ്ടകളൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഗുണ്ടകൾ ഒരു കാര്യം പറയാണ്, സാർ ഞങ്ങൾ പത്മയുടെ പുറകെ കറക്റ്റായിട്ട് പത്മയുടെ അഞ്ജലി ഞങ്ങളുടെ വലയത്തിനുള്ളിൽ തന്നെയായിരുന്നു, പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയത് പയ്യനാണ് സാർ. ഇപ്പോൾ കുറിപ്പ് ചോദിക്കും, ഏത് പയ്യൻ, നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? സാർ
അത് രാഘവനുണ്ണിയുടെ മകൻ അർജുനായിരുന്നു സാറ്. അയാൾ വന്നിട്ട് അഞ്ജലിനെയും പത്മനെയും രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുവരെ ഞങ്ങളുടെ കൂടെ അയാൾ ഉണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സുഖമായിട്ട് അവരെ പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ പയ്യൻ വന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു സാറേ. ഇത് കേൾക്കുമ്പോഴത്തേനും കുറുപ്പിനാണെങ്കിൽ ഇങ്ങനെ തിളയ്ക്കും കേട്ടോ, നെഞ്ചും മനസ്സും എല്ലാം കിടന്ന് തിളയ്ക്കും. എന്നിട്ട് പറയും, ഓ അവന് എല്ലായിടത്തും ചെന്ന് ഇടപെടുകയാണ്, അപ്പോൾ അവനാണല്ലോ ഇതിന് പിന്നിലെ എല്ലാത്തിനും കാരണം. എന്താണെങ്കിലും നിങ്ങൾ പൊക്കുവോ, ഇതിന് വേണ്ടത് ആ വക്കീലിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ എന്താണെങ്കിലും പൊക്കുവോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഗുണ്ടകളെ കുറിപ്പ് പറഞ്ഞയക്കും. പിന്നെ കുറിപ്പ് ഇങ്ങനെ പറയാണ്, ഓ ഈ അർജുനെ കൊണ്ട് ഒരു മനസ്സമാധാനം തരത്തില്ല, എൻ്റെ മകളുടെ ജീവിതവും നശിപ്പിച്ചു, ഒരു രീതിയിൽ എന്നെ മനസ്സമാധാനത്തോടെ ഇവൻ ജീവിക്കാൻ അനുവദിക്കില്ല, അവനെ നീ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. ഇങ്ങനെ പറഞ്ഞിട്ട് വേഗം കുറിപ്പ് കാറെടുത്തിട്ട് ശംഖുചക്രത്തിലേക്ക് പോകുന്നൊരു സീനാണ് കേട്ടോ കാണുന്നത്. എന്താണെങ്കിലും പിന്നീട് കാണുന്ന സീനുകൾ മുഴുവൻ ശംഖുചക്രത്തിലാണ്. പിന്നെ അവിടെ ഒരു മഹാമാസ് സംഭവങ്ങളാട്ടോ അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ രാവിലെ തന്നെ ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ശംഖുചക്രത്തിലുള്ളത്. അർജുൻ തിരിച്ചു വന്നു. അവിടെ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രാവിലെ നമ്മുടെ ഗോവിന്ദനുണ്ണി മുകുന്ദനുണ്ണിയൊക്കെ ഇരിക്കുന്നു, ചായ ഗോവിന്ദനുണ്ണിയുടെ വൈഫ് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മക്കളും ചെറുമക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈശ്വര അതേ കയറി വരുന്ന കുറുപ്പ് അവിടെ വന്നിട്ട് ഈ സമയം നമ്മുടെ രാഘവനെയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം കുറുപ്പ് ശംഖുചക്രം തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ഗോവിന്ദനുണ്ണിയും മുകുന്ദനുണ്ണിയൊക്കെ സന്തോഷത്തോട് വെൽക്കം ചെയ്ത് വിളിക്കും. അപ്പോഴത്തേനും കുറുപ്പ് പറയും, എവിടെ ആ വക്കീൽ എവിടെ? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാഘവനുണ്ണി വക്കീൽ ഇറങ്ങി വരും. ആ കുറുപ്പേ താൻ വാടോ. ഇങ്ങനെ പറയുമ്പോഴത്തേനും കുറുപ്പിനാണ് ഞങ്ങളുടെ കലി കൊണ്ട് നിൽക്കുക. പുള്ളി പറയും, കുറുപ്പല്ല കോപ്പ്, തൻ്റെ ഒരു മകൻ എവിടെ അർജുൻ, അവനാണോ തന്നെ ചതിക്കുന്നത്, അവൻ എവിടെ പോയി, അവനവിടെ സുഖിച്ചുവിടെ ഇരിക്കുക, അവനെവിടെ? ഈ ഒരു സമയം അർജുനും ആ സമയത്ത് ഇറങ്ങി താഴേക്ക് വരും. അപ്പോഴത്തേനും കുറുപ്പ് ആകെ കുറുപ്പ് നമ്മുടെ അർജുൻ്റെ ഷർട്ടിന് കയറി പിടിക്കും. എന്നിട്ട് പറയും, നീ കല്യാണ പദ്ധതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അച്ഛൻ ഇന്നലെ രാഘവനുണ്ണി എന്നെ വിളിച്ചത്. പക്ഷെ അതൊന്നുമല്ല, നീ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ അടുത്തേക്കല്ലടാ പോയത് അവളെ രക്ഷിക്കാനായിട്ട്, നീ അവളും തമ്മിൽ എന്താണടാ ബന്ധം? അങ്ങനെ ചോദിച്ചുകൊണ്ട് കുറിപ്പ് ഇങ്ങനെ അതിന് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അഞ്ജലിയുടെ അടുത്തേക്കാണ് നമ്മുടെ അർജുൻ പോയത് എന്ന് അപ്പോഴാണ് രാഘവനുണ്ണി പോലും അറിയുന്നത്. അപ്പോൾ ഇത് കേട്ട് രാഘവനുണ്ണി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ആകെ സീനായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാസ് എൻട്രി നമ്മുടെ അബി നടത്തുന്നത്. അപ്പോൾ അർജുൻ്റെ കയ്യിൽ ഷർട്ടിൽ നിന്നും കൈ എടുക്കുക എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അബി പുറത്തേക്ക് വരും. അബി പറയും, കുറുപ്പങ്കളെ അങ്ങനെ അർജുൻ്റെ കഴുത്തിൽ കയറി പിടിക്കാനൊന്നും പറ്റത്തില്ല, വേഗം കൈ എടുക്കാനായിട്ട് നോക്ക്. ഇങ്ങനെ കിടന്നിട്ട് അബി കിടന്ന് പറയും. അപ്പോൾ കുറുപ്പാണെങ്കിൽ ആകെ പിന്നെയും ഞെട്ടും. അതായത് അർജുന് വേണ്ടി സംസാരിക്കുന്നത് അബിയും താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറുപ്പ് പറയും, ഓഹോ അപ്പോൾ നീയും അഞ്ജലിയുടെ പക്ഷത്താണ്, അപ്പോൾ ചേട്ടനും അനിയനും എല്ലാം അഞ്ജലിക്ക് വേണ്ടി വാദിക്കാനായിട്ട് നിൽക്കുകയാണ്. രാഘവനുണ്ണിയോട് നേരെ നോക്കിയിട്ട് കുറുപ്പ് പറയും, തനിക്ക് നാണമില്ലടോ, തൻ്റെ മക്കളെല്ലാവരും തന്നെ ചതിക്കുക, താൻ തോക്കുന്നത് കാണാനാണോ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത്? തനിക്ക് ഇനിയും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ, താനൊരു കഴുതയെ പോലെയാണല്ലോ എന്ന് ചോദിക്കും. രാഘവനുണ്ണിക്കാണെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം അബിയും വന്ന് ഇങ്ങനെ ഇടപെടും എന്ന് വിചാരിച്ചില്ല. ഇതിനിടയിൽ രാഘവനുണ്ണി അബിയോട് പറയുന്നുണ്ട്, നീ കൂടുതൽ ഇടപെടുമൊന്നും വേണ്ട, ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അപ്പം മുത്തശ്ശിയും കയറി ഇടപെടും. അങ്ങനെ ഇടപെടേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താ? അങ്ങനെ ഇടപെടണം, ഇവിടെ ന്യായമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത്. പിന്നെ അബി പറയുകയാണ്, അർജുൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അവന് അഞ്ജലി രക്ഷിക്കാനല്ല പോയിട്ടുള്ളത്, അവൻ പോയത് പത്മയെ രക്ഷിക്കാനാണ്. പത്മ നമ്മുടെ എല്ലാവരുടെയും കൂടപ്പിറപ്പ് പോലെ ഉണ്ടായിരുന്നു, അവളെ രക്ഷിക്കാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കേസിൽ തോക്കുന്നത് തന്നെയാണ് നല്ലത്. നീ വാടാ അർജുനെ, നമുക്കിത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കയറിയോ, നിന്നെ തൊടുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ പറഞ്ഞിട്ട് അബി നമ്മുടെ അർജുൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കൊണ്ടുപോകും കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് രാഘവനുണ്ണിയും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇത് എന്താ ഇവിടെ നടന്നതെന്ന് വിചാരിച്ച്. കാരണം അബി വന്ന് ഇങ്ങനെ ഒരു മാസ് എൻട്രി നടത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്താണെങ്കിലും ഇതെല്ലാം കയറിപ്പോയി കഴിഞ്ഞിട്ട് കുറിപ്പ് ആകെ ഭ്രാന്ത് പിടിച്ചെല്ലാം കിടന്ന് പറയാണ്, ഓഹോ അപ്പോൾ എനിക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി, എല്ലാവരും എനിക്കെതിരാണല്ലേ, ഈ കളി എനിക്കെതിരാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമോ. എടോ തനിക്ക് നാണമില്ലേ രാഘവനുണ്ണി, താനിങ്ങനെ മണ്ടനെ പോലെ ആയി പോയല്ലോ, തൻ്റെ മക്കളും എല്ലാവരും തനിക്കെതിരാ, താൻ ഇങ്ങനത്തെ ഒരുത്തനായി പോയല്ലോടോ.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറിപ്പ് ആകെ സീനാക്കുകയാണ്. രാഘവനുണ്ണിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. പുള്ളി ഇങ്ങനെ ആകെ പഴം വിഴുങ്ങിയതുപോലെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാസ് സീനാണ് അബി വന്ന് അവിടെ നടത്തിയത്. ശരിക്കും നല്ല അടിപൊളി ഒരു സീനായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മുടെ അഞ്ജലി ഈ കല്യാണം ആലോചിക്കുന്ന, ഈ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും ഞാനിനി, എൻ്റെ ഒരു സമ്മതമൊന്നുമില്ല, അത് ഇവരെൻ്റെ കല്യാണം നടത്താനായിട്ട് നോക്കും, ഞാനിത് എങ്ങനെ ഇതിനെ നേരിടും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആര്യ അപ്പം അടുത്തുണ്ട്. ആര്യ പറയാണ്, അഞ്ജലി ഇതിൻ്റെ മനസ്സിലുള്ള കാര്യം നീ അങ്ങ് തുറന്ന് പറയുക. അപ്പോൾ അഞ്ജലി ചോദിക്കും, എന്ത് കാര്യം? നിൻ്റെ മനസ്സിലുണ്ടല്ലോ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോകണം, ജയിക്കണം, വലിയ വക്കീലായി പേരെടുക്കണം, അതൊക്കെ നീ അമ്മാവനോട് തുറന്നു പറ. അമ്മയുമായിട്ട് നീ ഒരു പോട്ടിക്ക് നിൽക്കേണ്ട, നീ അച്ഛനോട് തുറന്നു പറ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയാണ്. വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഉള്ളത്, ഭയങ്കര ഹാപ്പിയാണ് പുള്ളിയുടെ മുഖം. അപ്പോൾ അഞ്ജലിയുടെ അമ്മയെ ഇറങ്ങി വരും. അഞ്ജലിയുടെ അമ്മ അച്ഛനോട് ചോദിക്കുക, എന്തായി, കാര്യങ്ങൾ ഓക്കെ ആയോ, നടന്നുവല്ലോ? അഞ്ജലിയുടെ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, എല്ലാം നടന്നു, ദൈവം നമുക്കൊപ്പമാണ് ശകുന്തളെ, നമുക്ക് ആ ചിട്ടി കിട്ടി, കുറി ഒന്നും ആരെയും കാല് പിടിക്കേണ്ടി ഒന്നും വന്നില്ല, ആ കുറി നമുക്ക് കിട്ടി. ഇപ്പോൾ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്, എന്താണെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, നമുക്കിനി നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ വിവാഹം നല്ലോണം നടത്താലോ. അപ്പോൾ അഞ്ജലിയുടെ അച്ഛൻ പോയിട്ടുള്ള കുറി വിളിച്ചെടുക്കാനായിട്ടാണ് അഞ്ജലിയുടെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അഞ്ജലിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും ആകെ ഷോക്കഡായി പോകും നമ്മുടെ അഞ്ജലി. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അതേ വരുന്ന കുറിയും വിളിച്ച് പൈസയുമായിട്ട് വന്നിരിക്കുകയാണ് അഞ്ജലിയുടെ അച്ഛൻ. ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അഞ്ജലി കുട്ടി കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അബിയുടെ ഒരു സീനുകളാണ് ശരിക്കും മാസായി ഇന്നത്തെ എപ്പിസോഡിനെ മാറ്റിയത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാത്തിരുന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും കൂടുതൽ വീഡിയോസായിട്ട് വരാം, നൈറ്റ് പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.